തലസ്ഥാനത്ത് വൻ കഞ്ചാവ് വേട്ട. തിരുവനന്തപുരം വെള്ളറട ആറാട്ടുകുഴിയിലാണ് 50 കിലോ കഞ്ചാവുമായി കാറിലെത്തിയ രണ്ടുപേർ പിടിയിലാകുന്നത്. ആന്ധ്രയിൽ നിന്നും ആഡംബരക്കാരിൽ കഞ്ചാവുമായി എത്തിയ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശികളായ 34-കാരനെ ഹരിശങ്കറും 36-കാരനെ ശിവകുമാറിനെയാണ് അതിസാഹസികമായി ജില്ലാ ആന്റി നർക്കോട്ടിക് സ്ക്വാഡും വെള്ളറട പോലീസും ചേർന്ന് പിടികൂടിയത്. ആന്റി നർക്കോട്ടിക് ഡിവൈഎസ്പി അബ്ദുൽ വഹാബിന് കിട്ടിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡാൻസ് ഓഫ് സംഘവും വെള്ളറട പോലീസും ചേർന്ന് സംഘത്തെ പിടികൂടിയത്. ആന്ധ്രയിൽ നിന്നും ആന്ധ്ര രജിസ്ട്രേഷനിലുള്ള ഒരു ആഡംബര കാറിലാണ് ഇവർ കഞ്ചാവുമായി തിരുവനന്തപുരം വെള്ളറടയ്ക്കടുത്ത് എത്തിയത്. തുടർന്ന് കാർ വെള്ളറട ആറാട്ടുകുഴിയിൽ വെച്ചാണ് പോലീസ് വാഹനം റോഡിന് കുറുകെ നിർത്തി സിനിമാ സ്റ്റൈലിൽ പ്രതികളെ പിടികൂടിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കാറിന്റെ സീറ്റിനടിയിലും ഡിക്കിയിലുമായി ഏകദേശം 22 പാക്കറ്റോളം, അതായത് 50 കിലോയോളം വരുന്ന കഞ്ചാവ് പോലീസ് കണ്ടെടുക്കുന്നത്. തിരുവനന്തപുരം കാട്ടാക്കട കോവളം മേഖലകളിൽ സ്കൂൾ കോളേജ് കേന്ദ്രീകരിച്ച് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത്. അതേസമയം ഇക്കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത പുറത്തു വന്നത് ആന്ധ്രയിൽ കഞ്ചാവ് കൃഷി നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ആന്ധ്രയിൽ കഞ്ചാവ് കൃഷി നടത്തിയ ഒരു കർഷകൻ അറസ്റ്റിലായ വാർത്തകൾ ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതായത് കടം തീർക്കാൻ എളുപ്പം പണം കണ്ടെത്താൻ വഴി തേടിയ കർഷകനാണ് കഞ്ചാവ് കൃഷിയിൽ ഏർപ്പെട്ടത്. തുടർന്ന് കൃഷിയിടത്തിൽ നിന്ന് 6 അടി പൊക്കമുള്ള 282 കഞ്ചാവ് ചെടികളാണ് പോലീസ് പിടികൂടിയത്. കഞ്ചാവ് ചെടികൾ നശിപ്പിച്ച അധികൃതരാകട്ടെ കർഷകനെതിരെ കേസെടുക്കുകയായിരുന്നു. പ്രകാശം ജില്ലയിലാണ് സംഭവം. കൊശനപ്പള്ളി ബ്രഹ്മയാണ് പിടിയിലായത്. ബ്രഹ്മയുടെ പേരിൽ 5 ഏക്കർ കൃഷിയിടമാണുള്ളത്. വിവിധ കൃഷികളൊക്കെ ചെയ്തു വന്നിരുന്ന ബ്രഹ്മയ്ക്ക് കാലം തെറ്റി പെയ്ത മഴയിൽ വലിയ തോതിൽ കൃഷി നഷ്ടം സംഭവിച്ചു. ഇതിനെ തുടർന്ന് ഈ കർഷകൻ കടക്കണിയിലാവുകയായിരുന്നു. തുടർന്ന് കടം കൂടിക്കൂടി വന്നതോടെ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ നിയമവിരുദ്ധ മാർഗം തിരഞ്ഞെടുക്കാൻ കർഷകൻ നിർബന്ധിതനാവുകയായിരുന്നു എന്നാണ് പറയുന്നത്. തന്റെ കൃഷിയിടത്തിൽ ബ്രഹ്മയെ കഞ്ചാവ് കൃഷി നടത്തുന്നത് മറ്റ് കർഷകരാണ് അധികൃതരെ അറിയിച്ചത്. സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ബ്യൂറോയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കഞ്ചാവ് ചെടികൾ നശിപ്പിക്കുകയായിരുന്നു. ഏകദേശം 3 ലക്ഷം രൂപ മൂല്യം വരുന്ന കഞ്ചാവാണ് കർഷകൻ കൃഷി ചെയ്തിരുന്നു എന്നതാണ് സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ബ്യൂറോ അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ആന്ധ്രയിൽ വൻതോതിലാണ് കഞ്ചാവ് കൃഷികളൊക്കെ നടത്തുന്നത്. പലരും ആന്ധ്രയിലേക്ക് ചെന്ന് കഞ്ചാവുമായി ആന്ധ്രയിലെ ഉൾക്കാടുകളിലാണ് ഈ കഞ്ചാവ് കൃഷി നടത്തുന്നത്. അതേസമയം ആന്ധ്രയിലുള്ളവർ മാത്രമല്ല, ആന്ധ്രയുടെ വിവിധ ഭാഗങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെ ഏക്കർ കണക്കിന് സ്ഥലത്ത് കഞ്ചാവ് കൃഷി നടത്തുന്നു എന്നാണ് വിവരങ്ങൾ. അതായത് മാവോയിസ്റ്റ് നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങളിലാണ് ഇത് പലതും. ആന്ധ്ര പോലീസിന് പോലും ഇവിടേക്ക് കടന്നു ചെന്നെത്താനാകില്ല. ഇക്കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മയക്കുമരുന്ന് വേട്ടയൊക്കെ നടക്കുമ്പോഴും പിടിയിലാകുന്നതെല്ലാം ആന്ധ്രയിൽ നിന്ന് എത്തിക്കുന്ന ഈ കഞ്ചാവ് തന്നെയാണ്. തുടർന്ന് കൊച്ചിയിലെ നക്ഷത്ര ഹോട്ടലുകളിലെ DJ പാർട്ടികളിലെല്ലാം തന്നെ ഇത്തരത്തിൽ മയക്കുമരുന്നുകളൊക്കെ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ വൻതോതിലാണ് കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.